ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ ഇൻ വൺ യൂട്യൂബ് ചാനൽ എത്തിക്സ് യൂസിങ് കോമൺ സെൻസ് സീരീസ്. സോ നമ്മൾ ഇന്ന് ഹ്യൂമൻ വാല്യൂ സീരീസ് കണ്ടിന്യൂ ആയിരിക്കും. സോ ഇന്ന് നമ്മൾ ചൂസ് ചെയ്ത വാല്യൂ ഈസ് പബ്ലിക് ഒപ്പീനിയൻ. ഒരു PYQ ചോദ്യമാണ്. സോ നമുക്കതിലോട്ട് കിടക്കാം. എന്താണ് പബ്ലിക് ഒപ്പീനിയൻ? ഇതിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ പബ്ലിക് ഇമ്പോർട്ടൻസ് ആവശ്യമുള്ള ഒരു കാര്യം, അതൊരു പോളിസി ആകാം അല്ലെങ്കിൽ ഒരു ആക്റ്റ് ആകാം. ഇതിനോടൊക്കെ ജനങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെയാണ് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. സോ പബ്ലിക് ഒപ്പീനിയൻ ഇസ് ദ കളക്റ്റീവ് വ്യൂ ഓർ ആറ്റിറ്റ്യൂഡ് ഓഫ് പീപ്പിൾ റിലേറ്റിംഗ് ടു മാറ്റേഴ്സ് ഓഫ് പബ്ലിക് ഇമ്പോർട്ടൻസ് എന്ന് നമുക്ക് പറയാം. നമുക്കിനി എക്സാമ്പിൾസിലോട്ട് നോക്കാം. ഇതിൽ പേഴ്സണൽ ലെവൽ എക്സാമ്പിൾ ഒന്നും പറയാനില്ല, ഹിസ്റ്റോറിക്കൽ ലെവൽ എക്സാമ്പിൾ നോക്കാം. ഹിസ്റ്റോറിക്കൽ ലെവൽ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ അമേരിക്കയിലെ സിവിൽ റൈറ്റ് ആക്ട് എടുക്കാം. 1964 അപ്പം അമേരിക്കയിൽ ഒരു കൂട്ടം ജനങ്ങൾ ഇക്വാളിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവിടുത്തെ സ്ലേവറി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എതിരെ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അതൊരു പബ്ലിക് ഒപ്പീനിയനായിട്ട് വരികയും സിവിൽ റൈറ്റ്സ് ആക്ട് അവിടെ പാസ്സാകുകയും ചെയ്തു. സോ അവിടുത്തെ പബ്ലിക് ഒപ്പീനിയൻ കാരണം അവർ സിവിൽ റൈറ്റ്സ് ആക്ട് അവിടെ നിലവിൽ വന്നത്. അപ്പോൾ അത് പബ്ലിക് ഒപ്പീനിയന് ഒരു എക്സാമ്പിളായിട്ട്, ഹിസ്റ്റോറിക്കൽ ലെവൽ എക്സാമ്പിളായിട്ട് എടുക്കാവുന്നതാണ്. അതായത് നമ്മുടെ ഹിസ്റ്റോറിക്കൽ ലെവൽ എക്സാമ്പിൾ. നമുക്കിനി അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ എക്സാമ്പിൾ നോക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ അന്ന ഹസാരയുടെ ആൻറ്റി കറപ്ഷൻ മൂവ്മെൻറ്റ് ഭയങ്കര 2013 ശ്രദ്ധ നേടിയ ഒരു ക്യാമ്പയിനായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ കറപ്ഷനെതിരെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് പബ്ലിക് ഒപ്പീനിയനും വന്നു. അങ്ങനെയാണ് ലോക്പാൽ ലോകായുക്ത ആക്ട് 2013 പാസ്സാകുന്നതും ഇപ്പം നിലവിലുള്ളത്. ഓക്കെ. സോ നമുക്ക് പബ്ലിക് ഒപ്പീനിയനായിട്ട് ബന്ധപ്പെട്ട് സ്വച്ഛ് ഭാരത് അഭിയാനും പറയാം അല്ലേ? സ്വച്ഛ് ഭാരത് അഭിയാനും പറയാം. അതായത് ക്ലീൻനെസ് ആൻഡ് സാനിറ്റൈസേഷൻ ഇത് വേണമെന്നുള്ള ശക്തമായ പബ്ലിക് ഒപ്പീനിയൻ കാരണമാണ് ഈ സ്വച്ഛ് ഭാരത് മിഷൻ ഇത്രയും ഒരു മാസീവ് സക്സസ് ആയി മാറാനും കാരണം. ഓക്കെ, അതൊരു എക്സാമ്പിളായിട്ട് എഴുതാം. സോ നമുക്കിവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ എക്സാമ്പിളായിട്ട് 2 കിട്ടിയിട്ടുണ്ട്. സോ നമുക്കിനി ഒരു കണ്ടംപററി ലെവൽ എക്സാമ്പിൾ നോക്കാം. കണ്ടംപററി ലെവൽ എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെയുള്ള ഒരുപാട് രാജ്യങ്ങൾ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കുകൾ ബാൻ ചെയ്യാനായിട്ടൊരു പബ്ലിക് ഒപ്പീനിയൻ വരുന്നു. അത് ഓൾമോസ്റ്റ് ഇപ്പം ബാൻ ചെയ്ത് വരികയാണ്. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ കൺവെൻഷണൽ എനർജിയിൽ നിന്നും റിന്യൂവബിൾ എനർജിയിലേക്ക് ഒരു ഷിഫ്റ്റ് ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അതും ഒരു പബ്ലിക് ഒപ്പീനിയൻ്റെ ഭാഗമായിട്ടാണ്. ഇതും ഒരു എക്സാമ്പിളായിട്ട് എഴുതാവുന്നത്. So that's all for today. So നോട്ട്സിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. മേക്ക് ഷുവർ യു സബ്സ്ക്രൈബ് അവർ ചാനൽ. Thank you and have a great day. Bye bye.